തിരുവനന്തപുരം വെമ്പായത്തെ സ്ഥാനാർത്ഥിയുടെ ഭർത്താവിന്റെ ദുരൂഹ മരണത്തിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും സംശയത്തിന്റെ നിഴലിൽ. തലക്കേറ്റ അടിയാണ് അജിത്തിന്റെ മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെയാണ് ഭാര്യയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും പങ്ക് മറനീക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് കോൺഗ്രസ് നേതാക്കൾ വിസമ്മതിച്ചതും ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതും സംശയത്തിനിടയാക്കി. മകന് നീതി ലഭിക്കണമെന്നും കൊലപാതകികളെ ഉടൻ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് അജിത്തിന്റെ മാതാപിതാക്കളും രംഗത്തെത്തി. ഭാര്യയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട അജിത്തിനെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നായിരുന്നു ഭാര്യ ബീനയും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും പ്രചരിപ്പിച്ചത്. എന്നാൽ തലയ്ക്കേറ്റ അടിയാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. പിന്നാലെയാണ് മരണത്തിൽ ഭാര്യയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും പങ്ക് മറനീക്കി പുറത്തുവന്നത്. ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് പിന്നാലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് നിഗമനം. പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോകാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചിരുന്നു. അജിത് വീണുകിടന്നിരുന്ന മുറി സംസ്കാരത്തിന് പിന്നാലെ പെയിന്റ് അടിച്ചതും തെളിവ് നശിപ്പിക്കാനെന്നാണ് സംശയം. ഈ ഇൻക്വസ്റ്റ് എടുത്തതിൻ്റെ മെഡിക്കൽ എടുത്തതിൻ്റെ ഈ കോൺഗ്രസ്സുകാർ അത് 5-6 പ്രമുഖരായ കോൺഗ്രസ്സുകാർ നേതാക്കൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളെ ബന്ധുക്കളെ ആരെയും ഇവിടെ കയറ്റിയില്ല. അതിലൊക്കെ നമുക്ക് സംശയമാണ്. അജിത്തിന്റേത് കൊലപാതകമെന്ന് തെളിഞ്ഞതായും അന്വേഷണം ഊർജിതമായി നടക്കുമെന്നും മാതാപിതാക്കളെ സന്ദർശിച്ച ശേഷം മന്ത്രി GRN പറഞ്ഞു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം ജനങ്ങളുടെ ആശങ്കയ്ക്ക് സാധ്യതയുണ്ട് എന്ന് നമ്മളെല്ലാം അനുമാനിക്കുന്ന അവസ്ഥ വന്നിട്ടുള്ളത്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം വളരെ ഗൗരവമായും നിഷ്പക്ഷമായും നീതിപൂർവമായും നടത്തണമെന്നതാണ് ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് എന്ന് ഇവരുടെ എല്ലാ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾക്കെല്ലാം നേരിട്ട് ബോധ്യമായതാണ്. ഒക്ടോബർ 10 രാവിലെ 5 മണിയോടെയാണ് അജിത്തിനെ വീട്ടിലെ ഓഫീസ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ മുറി പെയിന്റടിച്ച് വൃത്തിയാക്കിയതും അജിത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്തതുമാണ് സംശയത്തിന് ഇടയാക്കിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.